ഹലോ ഗൈസ്, നമ്മൾ നീസാനാണ്. ഓ മൈ ഗാഡ്, നഞ്ചക്കാണ് നിങ്ങളുടെ റബ്ബർ നഞ്ചക്ക്. എനിക്ക് സ്റ്റീൽ പേടിയാണ്, അതുകൊണ്ട് നഞ്ച് ശരിക്കും ഇന്ത്യനുള്ള സ്റ്റീലാണ്. അപ്പോൾ വെൽക്കം ബാക്ക് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ തന്നെ അടിച്ചോളൂ. എനിക്ക് വേറെ പറയാനൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്തവിടെ ആർക്കും പറയില്ല. സബ്സ്ക്രൈബ് അതിന് അത് ഇത് പറയാനില്ലോ. പിന്നെ എന്നാ പറയുന്നത്? പിന്നെ നമ്മൾ നിഞ്ച കണ്ടെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം കുറച്ചും കൂടി ബ്രാൻഡായിട്ട് മനസ്സിലാവും. ആമസോൺ കൊറിയറിലെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഈ സൈഡൊന്ന് കയറി പോയിരുന്നു. അത് കുറേ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളായിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഇത് സെറ്റായിരുന്നു. ഇത് സെറ്റാ. ഇതും കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്. അപ്പോൾ ഇത് നല്ല റബ്ബറിന് അഞ്ചൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഇത് നല്ല ഡേഞ്ചറാണ്. ഇതിൻ്റെ ഉള്ളിലാണ് സ്റ്റീൽ. അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എവിടെയാണ് കൊള്ളല്. അപ്പോൾ നമുക്ക് എന്നെ തന്നെ നമുക്കൊന്ന് അടിച്ചാലോ കേസ്? എനിക്ക് തോന്നുന്നല്ലേ കേസ്? എന്നെ തന്നെ ഞാൻ അടിക്കാൻ പോകണേ. അയ്യോ, ഞാൻ ഓൾറെഡി എന്താണ് തലക്കടിച്ചിട്ട് താഴെ വീണു. പക്ഷേ ഞാൻ ബോധം കിട്ടും. ഞാൻ റെസ്യൂം മറ്റി വന്നതാണ്. അപ്പോൾ കാലം വേണ്ടതില്ല. തലയ്ക്കും നല്ല കിട്ടി. പക്ഷെ മുട്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഞാൻ പേടിച്ചിട്ട് താഴെ വീണു. അപ്പം എൻ്റെ തല മുട്ടി. അപ്പം ഞാൻ കുറച്ച് നേരം ഞാൻ റെസ്യൂമായിട്ട് വന്നതാണ്. റെസ്യൂം പട്ടി മേടിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നൻഷക്കിൻ്റെ ഗുണം എന്താ പറയുന്നത്? നൻഷക്കൊരു ലോകത്തിലെ ഫസ്റ്റ് വെപ്പണാണ്. ജപ്പാൻ്റെ ഫസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണാണ്. അതുപോലെ ഇത് ഏത് വെപ്പൺ ഇരിക്കണം ഒന്നും തോപ്പിക്കാനേ പറ്റില്ല. നൻഷക്കല്ലാണ്ട് ഒന്നുമില്ല വെപ്പൺ. മിസൈലായാലും അത് അങ്ങനത്തതല്ല വെപ്പൺ എന്ന് പറയാം. അത് കുറച്ച് ഫയർ വർക്ക്സ്, ക്രാക്കേഴ്സ് അങ്ങനത്തെ സാധനമാണ്. വെപ്പൺ എന്ന് പറഞ്ഞാൽ കത്തി, എന്താ പറയുക, ഇതുപോലെ കത്തി, ഇതുപോലെ ഫൈറ്റ് ചെയ്യുന്നതല്ലേ. ഒന്നെന്താ പറയുക, കത്തിയുണ്ട്, വടിയുണ്ട്, കുറേ ഇതെന്നാ പറയുക ആയുധങ്ങളില്ലേ, അതാണ് എന്താണ് പറയുക ഇത്. ഇങ്ങനത്തത് ആയുധങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ വെപ്പൺസിനാണ് പറയാ. നമ്മളിന്ന് വെപ്പൺസ് നല്ല സ്ട്രോങ് ഉണ്ടാവും. അതുപോലെ എന്താണ് നല്ല സ്ട്രോങ് ആണ്. അപ്പം ഞാനിത് കറക്കി കാണിച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. തൽക്കാലം എന്താ നിങ്ങൾ പേടിക്കല്ലേ? എനിക്കറിയാം നിങ്ങൾ ബ്രേവ് ബോയ്സ് ആണെന്ന്. അതൊന്നും ക്യാമറയിൽ കൊണ്ടിട്ടില്ല. അയ്യോ, ഞാൻ താഴെ വീണേ. യെസ്, നഞ്ചക്കെല്ലാം പോയി. നാളെ കിണറുണ്ടായിരുന്നു. ഞാൻ കിണറ്റിൽ വീണു. എൻ്റെ നഞ്ചക്ക് വീണു. ഞാൻ നഞ്ചക്കൊന്നും വേണ്ട, യൂട്യൂബ് ചാനൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കയറിപ്പോയി. നഞ്ചക്ക് ഞാൻ എൻ്റെ അച്ചാച്ചനെ വിളിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷേ അച്ചാച്ചനെ താഴെയിട്ട് പോയി. ഓക്കെ, ഇതാ കോഴിക്കളി കളിക്കുന്ന പോലെയാണ് ശരി. ഓക്കെ ഗൈസ്, നിങ്ങളൊന്നും പറയാനില്ല. നല്ല നിഞ്ചക്കിന് സ്കില്ലാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയില്ല ഗൈസ്. ഞാനൊന്ന് ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ കിട്ടിയിരുന്നു. ഓക്കെ, എന്താണ് എൻ്റെ എന്താ വാങ്ങുന്നില്ല അറിയില്ല. ഞാൻ കുറേ മാസമായി ഞാൻ ഇത് അറിയുന്നു. ഇതുപോലെ ഇത് നഞ്ചക്സ് എന്നാണ് പറയുക. കയറില്ല, ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കുന്ന ആ കയറാണ് നഞ്ചക്സ് എന്നാണ് എൻ്റെ വിചാരം ഉണ്ടായത്. ഇപ്പോഴാണ് കേസ് മനസ്സിലായത്. എനിക്ക് 6 വയസ്സെല്ലാമാണ് എനിക്ക് അറിയാത്തത്. ഇപ്പോൾ 7, 8, 9 വയസ്സായി. എനിക്ക് 9 വയസ്സായിട്ടുണ്ട്. എനിക്ക് 9
അപ്പോൾ വേറൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇന്നെൻ്റെ ബാൽക്കണിയിലാണ്. ഇതാ നിങ്ങൾ നല്ല സുന്ദരമായ കാഴ്ചയാണ് നമ്മുടെ നാട്ടിലുള്ളത്. കണ്ടില്ലേ? അപ്പോൾ വേറൊന്നും പറയാനില്ല. വേറൊന്നും പറയാനില്ല. അപ്പോൾ ബൈ ബൈ.